പൊതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേക്കടി ബോട്ട് സർവീസിന്റെ പാർക്കിംഗ് ഏരിയ ആണ്. പെരിയാർ ടൈഗർ റിസർവിന്റെ രാവിലെ 9:30 മണിക്കുള്ള ബോട്ടിനാണ് ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ബുക്കിംഗും മറ്റു ഡീറ്റെയിൽസും വീഡിയോയുടെ അവസാനം വിശദമായി പറയാം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞു. കൃത്യം 1 മണിക്കൂർ മുമ്പ്, അതായത് 8:30 മണിക്കാണ് ബോട്ടിങ്ങിനുള്ള യാത്രക്കാരെയും കയറ്റി ഇവിടെ നിന്നും ആദ്യ ബസ് തടാകത്തിനരികിലേക്ക് യാത്ര തിരിക്കുന്നത്. ആദ്യ ബസ്സിൽ തന്നെ കയറി 2 കിലോമീറ്ററോളം ദൂരമുണ്ട് തടാകത്തിനരികിലേക്ക്. വഴിയരികിൽ ഒരു മാനിനെ കണ്ടു വണ്ടി നിർത്തി. പിന്നെയും യാത്ര തുടർന്നു. പെരിയാർ തീരത്തിനടുത്തെത്തി. ബുക്ക് ചെയ്ത ടിക്കറ്റിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ച് ഇനി യാത്ര ചെയ്യേണ്ട ബോട്ടിലെ സീറ്റ് നമ്പർ എഴുതി വാങ്ങേണ്ടതുണ്ട്. സീറ്റ് നമ്പർ കിട്ടി. ഇനി ഏകദേശം 40 മിനിറ്റ് സമയം കൂടിയുണ്ട് യാത്ര തുടങ്ങാൻ. അതിനിടയിൽ ഒന്ന് ചുറ്റിക്കറങ്ങാനും ഫോട്ടോ എടുക്കുവാനുമുള്ള തിരക്കിലാണ് മിക്കവരും. സമയം 9 മണിയോടടുത്തെങ്കിലും കോടമഞ്ഞുള്ളതുകൊണ്ട് വിദൂര കാഴ്ചകൾ അത്ര കണ്ട് വ്യക്തമല്ല. എന്നിരുന്നാലും മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് എവിടേക്ക് നോക്കിയാലും. ബോട്ടുകൾ വരുന്നതുവരെ യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങളാണ്. 4 ബോട്ടുകൾ ഇതിനോടകം യാത്ര അവസാനിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ ബോട്ടിലേക്ക് നടന്നു. ആദ്യത്തെ ബോട്ടിലാണ് എന്റെ ടിക്കറ്റ്. പെരിയാറിന്റെ 2 ബോട്ടുകൾ ചേർത്തിട്ടിരിക്കുകയാണ്. ആദ്യത്തെ ബോട്ടിലൂടെ കയറി വേണം രണ്ടാമത്തെ ബോട്ടിലെത്താൻ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ ടൂറിസ്റ്റുകളുമടക്കം ഒരുപാട് പേർ എത്തിയിട്ടുണ്ട്. സീറ്റ് നമ്പർ ഉണ്ടെങ്കിലും റിക്വസ്റ്റ് ചെയ്താൽ മാറിയിരിക്കാനോ അപ്പർ ഡെക്കിലേക്ക് പോകുവാനോ സാധിക്കും. കൃത്യസമയത്ത് ബോട്ട് എടുത്തു. 7:30 ഫസ്റ്റ് ട്രിപ്പിലാണ് മൃഗങ്ങളെ കാണാൻ കൂടുതൽ സാധ്യതയെന്ന് പറയാറുണ്ട്. കാരണം ഉൾക്കാടുകളിൽ നിന്ന് അതിരാവിലെയാണ് അവ വെള്ളം കുടിക്കാനായി തീരത്തേക്ക് ഇറങ്ങി വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പെരിയാറിലെ ബോട്ട് യാത്രയ്ക്കിടയിൽ മൃഗങ്ങളെ കാണാൻ സാധിച്ചാൽ യാത്രയ്ക്കിടയിൽ കിട്ടുന്ന ബോണസായി മാത്രം കരുതിയാൽ മതി. കാരണം മൃഗങ്ങളെ കാണാൻ വേണ്ടി മാത്രമാണ് യാത്രയെങ്കിൽ വേനൽ കടുത്തു തുടങ്ങുന്ന സമയത്ത് വരുന്നതാവും നല്ലത്. അതേപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളോ മറ്റു പ്ലാസ്റ്റിക് വസ്തുക്കളോ ബോട്ടിലോ വെള്ളത്തിലോ വലിച്ചെറിഞ്ഞാൽ 2000 രൂപ വരെ ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം തമിഴ്നാട്ടിലെ കുടിവെള്ളം കൂടിയാണ് പെരിയാറിലെ ഈ ജലം.
ദൂരെ ഒരു മാൻ നടന്നു പോകുന്നത് കാണാം. ബോട്ടിംഗ് തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യ കാഴ്ചയാണ്. പെരിയാറിന്റെ തീരങ്ങളിലെ നിബിഡ വനമാണ് ഈ കാണുന്നത്. വലതുവശത്തായി ഒരു മാൻകൂട്ടത്തിനെ കാണാനാവുന്നുണ്ട്. പെരിയാറിലൂടെയുള്ള ബോട്ട് യാത്രയിൽ വലതുവശത്തെ സീറ്റിനാണ് പ്രാധാന്യമെന്നും തോന്നുന്നു. കാരണം ഭൂരിഭാഗവും വലതുവശത്തെ കരയോട് ചേർന്നാണ് ബോട്ട് സഞ്ചരിക്കുന്നത്. ഇവിടെ മരം പിടിച്ചു കുലുക്കി ഒരു പറ്റം കരിക്കുരങ്ങുകൾ ഓടിച്ചാടി മറിയുന്നുണ്ട്. ഇനി ബുക്കിങ്ങിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ പറയാം. അകലെ നിന്നും വരുന്നവർ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരുന്നതാവും നല്ലത്. 255 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. കുട്ടികൾക്ക് 85 രൂപ. കൂടാതെ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന് 85ഉം ടു വീലറിന് 45 രൂപയും പാർക്കിംഗ് ചാർജ് കൊടുക്കണം. ഇരുവശത്തേക്കുമുള്ള യാത്രയ്ക്കായി 30 രൂപ ബസ് ചാർജും അതേപോലെ സ്റ്റിൽ ക്യാമറ ഉപയോഗത്തിന് 45 രൂപയും വീഡിയോ ക്യാമറയ്ക്ക് 335 രൂപയും എക്സ്ട്രാ അടയ്ക്കേണ്ടതുണ്ട്. യാത്ര ഏതാണ്ട് അവസാന സമയത്തോടടുത്തിരിക്കുന്ന നേരത്താണ് കൗതുകമുണർത്തുന്ന കാഴ്ചയായി രണ്ടുപേർ മുങ്ങിപ്പൊങ്ങി കരയോട് ചേർന്ന് നടന്നു വരുന്നത് കണ്ടത്. അതോടെ ബോട്ട് നിർത്തി. മറ്റ് യാത്രാ ബോട്ടുകളും അവിടേക്ക് വന്നെത്തി. ആഴം കുറഞ്ഞ തീരത്തോട് ചേർന്ന് രണ്ടാനകൾ തുമ്പിക്കൈ ഉയർത്തി മുങ്ങിപ്പൊങ്ങി വരുന്നു. എല്ലാവരും നിശബ്ദരായി കണ്ടിരിക്കുകയാണ്. കാര്യമായ ഒന്നിനെയും ഇതുവരെയും കാണാത്തതിന്റെ സങ്കടം തീർന്നെന്ന് കരുതി. ഇനി കാട്ടാനകൾ കാടിനുള്ളിലേക്ക് കയറുന്നതിന്റെ കാഴ്ച കൂടി കാണാമെന്ന് കരുതിയിരിക്കവേ കാട്ടാനകളും കാഴ്ചയും വീണ്ടും വലതുവശത്തായി. ഒന്നര മണിക്കൂർ നേരത്തെ യാത്ര അവസാനിപ്പിച്ച് ബോട്ടുകൾ കരയിലേക്ക് അടുക്കുകയാണ്.
തിരികെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകാൻ ബസ് റെഡിയായി കിടപ്പുണ്ട്. ഓരോരുത്തരായി ഈ നീളൻ കെട്ടിടത്തിലൂടെ നടന്നു വേണം തിരക്ക് കൂട്ടാതെ ബസ്സിൽ ചെന്ന് കയറാൻ. അങ്ങനെ തേക്കടിയോട് യാത്ര പറഞ്ഞ് ബസ്സിലിരുന്ന് പാർക്കിങ്ങിലേക്ക് പോകവെയാണ് കമ്പത്തെ മുന്തിരിപ്പാടങ്ങളെ കുറിച്ച് ഓർത്തത്. ഇത് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കൂറ്റൻ പൈപ്പുകളാണ്. കമ്പം റോഡിലേക്ക് ഇറങ്ങി കുറെ ദൂരം ഓടിയതും ആരെയും കൂസാത്ത ഭാവത്തിൽ വലിയൊരു പട വരുന്നത് കണ്ട് സൈഡ് ഒതുങ്ങി നിന്നു. ഇവിടെ ഇതെല്ലാം പതിവ് കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ വഴി തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് ആരും ബഹളം ഉണ്ടാക്കുന്നില്ല. ഇത് വഴിയരികിലുള്ള ഒരു പ്രധാന മുന്തിരിത്തോട്ടമാണ്. മറ്റ് സന്ദർശകർക്കൊപ്പം അകത്തേക്ക് നടന്നു. തോട്ടത്തിലെ ജോലിക്കാരായ സ്ത്രീകൾ ഭക്ഷണം കഴിക്കാനാണെന്ന് തോന്നുന്നു. എതിരെ നടന്നു വരുന്നുണ്ട്. ബോട്ടിങ്ങിനെ കുറിച്ചും മുന്തിരിത്തോപ്പിനെ കുറിച്ചുമുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നല്ല നമസ്കാരം.